ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആനിമേഷൻ പഠിക്കാം ഇന്ന്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ക്ലിപ്പ് എന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിവിടെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ആനിമേഷൻ ബേസിക്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തു. നമ്മളെ ഫോർമാറ്റ് ക്യാൻവാസ് സൈസ് 720 പിക്സൽ, അതുപോലെ ഫ്രെയിം പെർ സെക്കൻഡ് 12 FPS. ഓക്കെ, നമുക്കെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ നമുക്ക് 12 ഫ്രെയിം വരക്കേണ്ടതുണ്ട്. അതാണെന്ന് പറഞ്ഞത് ഫ്രെയിം പെർ സെക്കൻഡ്. ഓക്കെ, നമ്മളിവിടെ ക്യാൻവാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ലെയർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ പെൻസിലാണ് ഞാനിവിടെ വരക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ബ്രഷിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെൻസിൽ കിട്ടും. ഓക്കെ, ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് നോക്കി അത് മായ്ച്ചു. ഓക്കെ, നമുക്ക് എത്ര സൈസ് വേണം നമ്മൾ നോക്കുക. ഞാനിവിടെ ബ്രഷ് സൈസ് 4 എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിവിടെ ലൈനിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മളിവിടെ ലൈൻ, അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വരക്കേണ്ട ആവശ്യമുണ്ട്. അതിന് ഞാനിവിടെ ലൈൻ എടുത്ത് എന്നിട്ട് ഞാൻ അവിടെ ഒരു ലൈൻ ഇടുന്നു. ഓക്കെ, എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ മുകളിലത്തേക്ക് നമ്മളിവിടെ ലൈൻ സെറ്റാക്കിയിട്ട് നമ്മളൊന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരച്ച് വിടുക. ഓക്കെ, അപ്പം ഞാനിവിടെ ആ ബാറിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ വരക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അതും മുകളിലത്തെ ലൈനും വരച്ചു, കറക്റ്റായിട്ട് വരച്ചു. 2 സൈഡും ഞാൻ പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഫ്രണ്ടിലത്തെ കോർണറിലെ കർവ് നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അതും ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ആ ടേബിളിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഡീറ്റെയിൽസ് വരക്കാം. ഞാനിവിടെ ഒരു സർക്കിളിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഞാനിവിടെ സർക്കിൾ പെൻസിൽ വെച്ചിട്ട് ഞാൻ വരച്ചു. അതിനുശേഷം ഒന്നുകൂടി ഞാൻ സർക്കിൾ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ടേബിളിൻ്റെ, അതായത് ബാർ ടേബിളിൻ്റെ കുറച്ച് സൈഡിലൊക്കെ കോർണറിൽ കുറച്ച് ഡിസൈൻ കൊടുക്കാം. സെയിം സർക്കിൾ ഞാൻ സൈഡ് വെച്ചിട്ട് നമ്മളിവിടെ ആ സർക്കിൾ കുറച്ച് ഭാഗം നമ്മളിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, 2 സൈഡും ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്ക് താഴത്തെ സൈഡിലേക്ക് പോകാം. താഴത്തെ സൈഡിലും സെയിം പ്രോസസ്സ് നമുക്ക് ചെയ്യാം. അവിടെ സർക്കിൾ വെച്ചിട്ട് നമ്മളിവിടെ വരച്ച് വിടുന്നു. ഓക്കെ, അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത സൈഡ് നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 4 ഡിസൈൻസ്, ജസ്റ്റ് ഒരു ഡിസൈൻ, സിമ്പിളായിട്ടൊരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആ ടേബിളിൻ്റെ മുകളിലുള്ള ജസ്റ്റ് ഒരു ഡോർ കർട്ടൻ നമുക്ക് വരക്കാം. ഡോർ കർട്ടൻ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ട് 3 ലൈനായിട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരക്കുന്നത് വെച്ചാൽ വെറും മൊബൈലിലാണ് വരക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ കൈ വിരൽ ഉപയോഗിച്ചാണ് വരക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പെർഫെക്ഷൻ കുറവുണ്ടാവും. ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ആപ്പിൾ പെന്നും അതുപോലത്തെ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് നമുക്ക് ആപ്പിൾ പെൻസിൽസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ കൈ വെച്ച് വരക്കാം. ഞാനിവിടെ കൈ വെച്ചാണ് ഫുള്ളായിട്ട് വരക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്ലോ ആയിട്ട് വരക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ലൈൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ സൂം ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. അതാണ് മൊബൈലിൻ്റെ സ്ക്രീനായതുകൊണ്ട് ചെറിയ സ്ക്രീനാണ്, അതുകൊണ്ട് തന്നെ ടാബാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, നമുക്ക് താഴത്തെ ആ ടേബിളിൻ്റെ ആ ഫ്രണ്ട് നമുക്കിവിടെ പെന്ന് വെച്ചിട്ട് നമുക്കിവിടെ ഡാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മളിവിടെ റഫായിട്ട് നമ്മൾ പെൻസിൽ വെച്ച് ചെയ്തു. അപ്പോൾ നമ്മളൊന്നുകൊണ്ട് പക്ക ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഈ സൈഡിൽ നമുക്ക് തെറ്റുന്നുണ്ട്. നമുക്ക് ആ ലൈനിൻ്റെ ഓപ്ഷൻ എടുക്കാം. ലൈനിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ആ ടേബിളിൻ്റെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളുടെ ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ ലൈൻസ് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ആ സർക്കിളൊക്കെ നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കാം. സെയിം പെന്നാണ് എടുത്തിട്ടുള്ളത്. പെന്നെടുത്തിട്ട് നമ്മളിവിടെ സർക്കിളിൻ്റെ ആ ഒരു സെൻറ്ററിൽ നമുക്ക് കൊണ്ടുപോകുക ആ പോയിൻ്റ്. അപ്പോൾ ഓക്കെ, നമുക്ക് സർക്കിൾ വരച്ചിട്ടുണ്ട്. ഉള്ളിലത്തെ സർക്കിൾ വരച്ചു, അതുപോലെ തന്നെ വലിയ സർക്കിൾ നമ്മൾ വരക്കാം. ഓക്കെ, നമുക്ക് ബാക്കി വരുന്ന കോർണറിലുള്ള ആ ഒരു സർക്കിൾ ടൈപ്പ് നമുക്ക് വരച്ചെടുക്കാം. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ആ സർക്കിൾ ഒന്നുകൂടി സെറ്റ് ചെയ്യാം, ആ ഡയറക്ഷൻസ്. ഓക്കെ, പിന്നെ സർക്കിൾ എടുക്കാണ്ട് തന്നെ പിന്നെ ഞാൻ കൈ കൊണ്ട് വരക്കാൻ വെച്ചു. അങ്ങനെ ഞാൻ കൈ കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇടുകയാണ്. അതാണ് കുറച്ച് ഷെയ്ക്കിങ് ആവുന്നത്. പെൻസിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് വരക്കുന്നതുകൊണ്ടാണ് ഇത്ര ഷെയ്ക്കിങ് ആവുന്നത്. കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ടാബിൻ്റെ പെൻസിൽസോ അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് യൂസ് ചെയ്യാം. സൂപ്പറായിട്ട് ഫിനിഷിങ് വർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ടേബിളിൻ്റെ വർക്ക് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ആ ഒരു
ആ ഒരു ഏരിയാസ് നമുക്കൊന്ന് ജസ്റ്റ് വരച്ചെടുക്കാം. ഞാനിവിടെ കളർ പാനൽ എടുത്തിട്ടുണ്ട്. കളർ പാനൽ എടുത്തിട്ട് ഞാനിവിടെ താഴത്തെ ബേസിക് ആയിട്ടുള്ള കളർ ബ്രൗൺ കളർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സ് ഞാൻ മുകളിൽ കൊടുത്തു. അതുപോലെ തന്നെ താഴ്ഭാഗത്തും എല്ലാ കോർണറിലും ഞാനിവിടെ ലൈറ്റ് ഷെയ്ഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബ്രഷ്, അതായത് ബക്കറ്റ് ടൂൾ വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ള് ഫില്ലപ്പ് ചെയ്യാം. അത് സെയിം ബ്രൗൺ എടുത്തിട്ട് ഞാനിവിടെ ആ ബക്കറ്റ് ടൂൾ വെച്ചിട്ട് ഞാനിവിടെ ഫുള്ളായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ ബാലൻസ് വരുന്ന സ്ഥലം ഞാനിവിടെ ബ്രഷ് വെച്ചിട്ട് അതേ കളർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഫില്ലപ്പ് ചെയ്യുന്നു. ഓക്കെ, പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് അൺഡു ഉപയോഗിച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അൺഡു എന്ന ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഒരു കോർണർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബക്കറ്റ് ടൂൾ വെച്ചിട്ട് ഞാനിവിടെ ബാക്കിയുള്ള കോർണർ ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഞാനിവിടെ യെല്ലോ കളറ് ഞാനിവിടെ ബക്കറ്റ് ടൂൾ വെച്ചിട്ട് ഞാനിവിടെ ഫില്ലപ്പ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ വരുന്ന ഏരിയ കുറച്ച് ലൈറ്റ് യെല്ലോ ഷെയ്ഡ്സ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കളർസൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ എയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഷെയ്ഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതേ ബ്രൗണിൻ്റെ കുറച്ച് ഡാർക്ക്നെസ്സുള്ള കളർ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഷെയ്ഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ബ്രഷ് സൈസ് കുറച്ച് കൂട്ടുക. നമ്മൾ വരച്ചതിനെക്കാട്ടി കുറച്ചൊന്ന് കൂട്ടിയിട്ട് നമുക്ക് എവിടേക്കാണോ ഷെയ്ഡിങ്സ് വരുന്നത്, 3D എഫക്റ്റ് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ നമുക്കിവിടെ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷെയ്ഡ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ട് ഞാൻ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു. നമ്മളൊരിക്കലും അധികം ഡാർക്കുള്ളത് ഫസ്റ്റിൽ കൊടുക്കാൻ പാടില്ല. നമുക്ക് ലെയറായിട്ട് നമുക്ക് കൊടുക്കാം. ആ ഷെയ്ഡിങ്സ്, അതായത് നമുക്ക് കളറുമായിട്ട് മാച്ചിങ്സ് ഉണ്ടാവണം. അതേ കളറിൻ്റെ ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്നാലും നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ടേബിളിൻ്റെ ഭാഗത്തിനായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ബ്രഷ് ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇല്ല, അത് എയർ ബ്രഷാണ് നമുക്ക് ഏറ്റവും നല്ല ഷെയ്ഡിങ്സിനുള്ള സ്മൂത്തായിട്ടുള്ളൊരു ബ്രഷ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എയർ ബ്രഷാണ്. അപ്പോൾ എയർ ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു ഷെയ്ഡിങ്സ് കൊടുത്തു. ഇനി ഇതിൻ്റെ ലൈറ്റ് കളർ എടുക്കാം. ലൈറ്റ് കളർ എടുത്തിട്ട് നമുക്കിവിടെ ഒന്നുകൂടി നമുക്ക് അതിൻ്റെ ലൈറ്റ് എഫക്റ്റ് ഇവിടെ കൊടുക്കാം. എല്ലാ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് കളർ കൊടുക്കും. ഞാനിവിടെ അടുത്ത ലെയർ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി ബ്ലെൻഡിങ് നമുക്ക് സ്മൂത്താകാൻ വേണ്ടിയിട്ട് അടുത്ത ലെയർ നമുക്ക് ഷെയ്ഡിങ്സ് എടുക്കാം. അതായത് സെയിം அந்த ലൈറ്റ് കളർ എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് വിടുക. ബ്രഷ് വെച്ചിട്ട് ഒന്ന് വരച്ച് വിടുക. അതായത് നമ്മൾ ബ്രഷ് സൈസ് കുറച്ച് കൂട്ടുക. നമുക്ക് ഉള്ളതിനേക്കാളും നമ്മൾ വരച്ചതിനേക്കാളും കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ. ഓക്കെ, ലൈറ്റ് കളറൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കി ബ്രൗൺ ഷെയ്ഡ് ഞാൻ ഒന്നുകൂടി ഡാർക്കിലെടുത്തിട്ട് ഞാൻ ടേബിളിൻ്റെ കോർണറൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുത്തു. പിന്നെ ആ ടേബിളിൻ്റെ അടിഭാഗത്ത് ഒന്നുകൂടി ഞാൻ ഒന്ന് ഡാർക്ക്നെസ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് യെല്ലോ ഷെയ്ഡിങ്ങിന് കുറച്ചൊന്ന് ഡാർക്ക് യെല്ലോ കൊടുക്കാം. എന്നാൽ നമുക്ക് 3D ലുക്ക് കിട്ടും. പിന്നെ ഒരു വൈറ്റ് എടുത്തിട്ട് നമുക്ക് സെൻറ്ററിൽ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ 3Dയുടെ ലുക്കായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം ബാക്കിയുള്ള ഫിനിഷിങ്സ്, ലൈൻസൊക്കെ ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ളത്ത് കുറച്ച് ഡിസൈൻ വർക്ക് ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ഞാൻ വരക്കുന്നത്. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ ഞാനിവിടെ സൂപ്പറായിട്ട് ജസ്റ്റ് വരക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക. ഓക്കെ, ബാക്കി വരുന്ന മാഞ്ഞ ഏരിയ ഒക്കെ ഒന്നുകൂടി ഫില്ലപ്പ് ചെയ്യുക. ബാക്കി റൈറ്റ് സൈഡിലതും സെയിം നമ്മൾ ആ ഡിസൈൻസ് അങ്ങനെ വരച്ചെടുക്കുക. ഓക്കെ, റൈറ്റ് സൈഡിലെ കോർണറത്തെ ഏരിയ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി വരുന്ന മാഞ്ഞ ഏരിയ ഒക്കെ നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് താഴത്തെ ഭാഗത്ത് കിടക്കാം. താഴത്തെ ഭാഗത്തും നമ്മൾ സെയിം ഡിസൈൻസ് നമ്മൾ വരക്കുക. ബ്രഷ് ഉപയോഗിച്ചിട്ട് സെയിം ബ്രൗൺ കളർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തെറ്റുമ്പോൾ നമുക്ക് അൺഡു ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആവും അത്രത്തോളം നമുക്ക് റെഡിയാക്കാവുന്നു. ഓക്കെ, നമുക്ക് ഇത്രയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷെയ്ഡിങ്സ് കൊടുക്കാൻ ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ എടുക്കുന്നു ടേബിളിൻ്റെ. ഓക്കെ, ടേബിളിൻ്റെ ഷെയ്ഡിങ്സും അതുപോലെ തന്നെ ടേബിളിൻ്റെ താഴത്തുള്ള ഡാർക്ക്നെസ് ഏരിയ സെയിം ഞാൻ പെന്ന് വെച്ചിട്ട് അതേ ബ്രൗൺ കളർ വെച്ചിട്ട് ഞാനിവിടെ ലൈൻ ഓപ്ഷൻസ് എടുത്തിട്ട് അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള ലൈൻ കിട്ടും. കുറച്ച് ബ്രഷ് സൈസ് കൂട്ടിയിട്ട് ഞാനിവിടെ ഫുള്ളായിട്ടുള്ള ലൈൻ ഇടുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടി. ഓക്കെ,
ഇനി നമുക്ക് ചെയ്യാം ബാക്കി സൈഡിലത്തെ കുറച്ച് കോർണർ ഏരിയ ഒന്നുകൂടി ഞാൻ സെയിം ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഞാൻ ചെയ്തു. കളർ ഗ്രേഡിങ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്തു. ഇനി നമുക്ക് ഷെയ്ഡിങ്സ് എടുക്കാം. ഉള്ളത്തെ കുറച്ച് ഡീറ്റെയിൽസും അവിടെയൊക്കെ കുറച്ച് ഷെയ്ഡിങ്സ്, അതായത് ബ്രൗൺ കുറച്ച് കൂട്ടിയിട്ട് അതും എയർ ബ്രഷ് വെച്ചിട്ട് വേണം മാത്രം നമ്മൾ ഷെയ്ഡിങ്സ് കൊടുക്കുക. ഓക്കെ, ബാക്കിയുള്ള യെല്ലോ പ്ലേറ്റ് കുറച്ചും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എയർ ബ്രഷ് വെച്ചിട്ട് ബ്രൗൺ ഷെയ്ഡ് ലൈറ്റായിട്ട് കൊടുക്കുന്നു. നമ്മളൊരിക്കലും ബ്ലാക്ക് ഒറ്റടിക്ക് കൊടുക്കാൻ പാടില്ല, നമ്മൾ ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു 3D എഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ ബാക്കി ഉള്ളിൽ വരുന്ന ചെറിയ ലീഫൊക്കെ നമ്മളിവിടെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ 3D ലുക്ക് കൊടുക്കുന്നതാണ്. എപ്പോഴും 3D ലുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു സൈഡ് മാത്രം ഡാർക്ക് കൊടുക്കുക, ഒരു സൈഡ് മാത്രം ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു സൈഡ് നമുക്കിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ഭാഗവും നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്യുക. ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് നമ്മളിവിടെ പതിയെ നമ്മൾ ഷെയ്ഡ് എടുക്കുക. ബ്രഷ് സൈസ് ഈ ചെറിയ ഏരിയ വരുമ്പോൾ നമ്മൾ ബ്രഷ് സൈസ് കുറച്ച് വെക്കാൻ ശ്രമിക്കുക. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഫുള്ളായിട്ട് പരക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രഷ് സൈസ് കമ്മിയായിട്ട് നമുക്ക് എത്രത്തോളം വേണ്ടത് അത്രയും നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാം. ഞാനിവിടെ ബ്രഷ് സൈസ് എടുത്തത് 9 അപ്പോൾ നിങ്ങളും നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ബാക്കി നമുക്കിനി മുകളിലത്തെ ആ കർട്ടൻ നമുക്ക് വരക്കാം. അവിടെ നിന്ന് വരുന്ന ചെറിയൊരു കർട്ടൻസ് ഞാനിവിടെ ഡാർക്ക് പിങ്ക് കളർ എടുത്തിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഫില്ലപ്പ് ചെയ്തു. അതും ഞാൻ എയർ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ലൈറ്റ് ഷെയ്ഡിങ്സ് ലൈറ്റ് പിങ്ക് കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 കോട്ടിങ് നമുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ചുകൂടി ഡാർക്ക്നെസ് കൊടുക്കാം. ഡാർക്ക് പിങ്ക് കളർ നമ്മളിവിടെ ഫുള്ളായിട്ട് ഫില്ലപ്പ് ചെയ്യുന്നു. ഓക്കെ, ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ലൊരു ഫോൾഡിങ്സിൻ്റെ ഒക്കെ നമുക്ക് നല്ലൊരു ലുക്കാണ് കിട്ടിയിട്ടുള്ളത് ഡോർ കട്ടറിൻ്റെ. ഓക്കെ, ബാക്കി ഞാനിവിടെ സ്കൈക്കായിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഏരിയക്ക് ഞാനിവിടെ ക്രയോൺസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ക്രയോൺസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂ കളർ ഞാൻ കൊടുത്തു. ഫസ്റ്റ് ഞാൻ ഡാർക്ക് കൊടുത്തു, അതിനുശേഷം ലൈറ്റ് കളർ, പിന്നെ അതിൻ്റെ വീണ്ടും ലൈറ്റ് കളർ, അങ്ങനെ 3 ലെയറായിട്ട് ഞാൻ ഇവിടെ ലൈറ്റ്നെസ് ഞാനിവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വാട്ടർ കളർ എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏകദേശം നമുക്ക് നല്ലൊരു ലുക്കാണ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പെന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി എവിടേക്കാണോ ഫിനിഷിങ് കൊടുക്കേണ്ടത്, നല്ലൊരു ഡെപ്തായി കാണിക്കേണ്ട ഏരിയ നമ്മളിവിടെ ലൈറ്റ് ബ്രൗൺ ടൈപ്പ് ഞാൻ എടുത്തിട്ട് എന്നിട്ട് അവിടെ ആ ഫോൾഡിങ് ഉള്ള ഏരിയാസൊക്കെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു വിടുന്നു. ഓക്കെ, ഇനി നമുക്ക് ലൈറ്റ് വൈറ്റ് കളറും അതും ലൈറ്റ് പിങ്ക് കളർ മിക്സിങ് ആയിട്ടുള്ളൊരു കളറുണ്ട്. ആ ലൈറ്റ് കളർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ്സ് ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു വിടാം. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത് നമ്മൾ എയർ ബ്രഷ് എടുത്തിട്ട് സെയിം നമ്മൾ വൈറ്റ് പിങ്ക് കളർ എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് വിടുക. അതായത് ലെഫ്റ്റ് സൈഡ് മാത്രം ലൈറ്റ് അടിക്കുന്ന മാതിരി നമ്മളവിടെ കൊടുത്തു. ഓക്കെ, നമുക്കതും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡോർ കർട്ടൻ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറിൻ്റെ ആ യെല്ലോ പ്ലേറ്റിൽ നമുക്കൊന്ന് ബാർന്ന് പറഞ്ഞിട്ട് എഴുതാം. ബാർന്ന് എഴുതിയിട്ട് നമ്മുടെ സെൻറ്ററിൽ. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വരക്കാൻ നമുക്ക് പഠിച്ചു. ഇനി അടുത്ത വീഡിയോ നമ്മൾ അടുത്തതിൽ കാണിക്കാം എങ്ങനെ ആനിമേഷൻ ചെയ്യാമെന്നുള്ളത്.